ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 3ാം ക്ലാസ്സിലെ മാത്സിലെ 9ാമത്തെ പാഠഭാഗമായ വീണ്ടും വീണ്ടും കൂട്ടുമ്പോൾ എന്ന പാഠഭാഗമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ പഠിക്കാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതുവരെയുള്ള മാത്സിൻ്റെ ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇംഗ്ലീഷ്, മലയാളം എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയി കാണുക. ഓക്കെ, അപ്പോൾ 9ാമത്തെ പാഠഭാഗം വീണ്ടും വീണ്ടും കൂട്ടുമ്പോൾ. ഓക്കെ, ഇവിടെ ഒരു ചെസ് ബോർഡ് തന്നിട്ടുണ്ട് അല്ലേ. ഈ ചെസ് ബോർഡിൽ എത്ര കള്ളികൾ ഉണ്ടായിരിക്കും കൂട്ടുകാരെ? 1 2 3 4 5 6 7 8 അല്ലേ. 2 3 4 5 6 7 8 എണ്ണമാണ് ഉള്ളത്. ഇത് ജസ്റ്റ് വെറുതെ പറഞ്ഞതാണ്. നമുക്ക് നേരെ ഈ ഒരു പാഠഭാഗത്തിലേക്ക് കിടക്കാം. ചേർത്ത് വരക്കൂ എന്നതാണ് ആദ്യത്തെ പ്രവർത്തനം. ഇവിടെ നോക്കൂ, ആദ്യം തന്നിട്ടുള്ളത് 3 × 2 ആണ്. 3 × 2 എന്ന് പറഞ്ഞാൽ 6 ആണ്. ആ ഉത്തരത്തിലേക്കാണ് ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ 16 എന്ന് ഉത്തരം കിട്ടുന്ന ഏത് ഇക്വേഷൻസ് ആണ് ഇതിലുള്ളത്? 16 എന്ന് ഉത്തരം കിട്ടുന്നത് ഏതാണ്? 8 × 2 ആണ്. അപ്പോൾ 8 × 2 എന്നത് 16ലേക്ക് വരച്ചു കൊടുക്കുക. ഇനി 5 × 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 × 2 10 ആണ്. അപ്പോൾ 10ലേക്ക് വരച്ചു കൊടുക്കുക. ഇനി 8 എന്ന് ഉത്തരം കിട്ടുന്നത് 4 × 2 ആണ്. 4 × 2 8 ആണ്. ഇനി അടുത്ത് 14 എന്നത് ഉത്തരം കിട്ടണം. 14 എന്ന് ഉത്തരം കിട്ടുന്നത് 7 × 2 ആണ്. ഇനി 18 എന്ന് ഉത്തരം കിട്ടുന്നത് ഏതാണ്? 9 × 2 ആണ്. ഇനി 3 × 3 എന്ന് പറയുന്നത് 9 ആണ്. 24 എന്ന് ഉത്തരം കിട്ടുന്നത് ഏതാണ്? 24 എന്ന് ഉത്തരം കിട്ടുന്നത് 6 × 4 ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് കൂട്ടുകാർ വരച്ചു കൊടുക്കേണ്ടത്. ആൻസർ നോക്കുക. ആൻസറാണ് തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ക്രിയ നോക്കിയിട്ട് മാച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നേരെ താഴേക്ക് പോകാം. ഇവിടെ ഒളിച്ചിരിക്കുന്നത് ആര് എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒളിച്ചിരിക്കുന്നത് കണ്ടെത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ക്രിയകൾ നമ്മൾ ചെയ്തു നോക്കണം. ഇവിടെയുള്ള ക്രിയകൾ നമ്മൾ ചെയ്തു നോക്കുക. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്തു നോക്കാം. ഒന്നാമത്തേത് 8 × 4 എന്നതാണ്. 8 × 4 എത്രയാണ് ഉത്തരം? 8 × 4 എന്ന് പറയുന്നത് 32 ആണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് 32. അപ്പോൾ ഇവിടെ 32 എവിടെയാണ് കൂട്ടുകാരെ? തിരഞ്ഞു നോക്കൂ. 32 തിരഞ്ഞു പിടിച്ച് നിങ്ങൾ കളർ കൊടുക്കണം. കളങ്ങളിൽ നിറം കൊടുക്കണം. ഇവിടെ 32 ഉണ്ടോ? അപ്പോൾ ഇവിടെ 32 ഉണ്ട്. ഇതിന് നിറം കൊടുക്കുക. ഇനി അടുത്തത് 5 × 1 ആണ്. 5 × 1 എന്ന് പറഞ്ഞാൽ 5 തന്നെയാണ്. അപ്പോൾ ഇവിടെ 5 ഉണ്ടോ തിരയുക. തിരഞ്ഞു നോക്കിയിട്ട് 5ന് നിറം കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, 5 നിങ്ങളിത് തിരഞ്ഞു നോക്കൂ. ഞാൻ ഉത്തരം പറഞ്ഞു തരാം. തിരയുമ്പോൾ നമ്മൾ ഒരുപാട് സമയം എടുക്കുകയാണ്. ഓക്കെ, ഇനി അടുത്തത് 6 × 3. 6 × 3 എത്രയാണ്? 6 × 3 18 ആണ്. ഇനി അടുത്തത് 1 × 2 2 തന്നെയാണ്. 6 × 4 എന്ന് പറയുന്നത് 24 ആണ്. 4 × 2 8. ഓക്കെ, 7 × 10 70. ഇനി 6 × 6 എന്ന് പറയുന്നത് എത്രയാണ്? 6 × 6 36. 9 × 5 എന്ന് പറയുന്നത് 45. അതുപോലെ 9 × 6 എന്ന് പറഞ്ഞാൽ 54. അപ്പോൾ കൂട്ടുകാർ ഇതിനൊക്കെ ഇവിടെ പോയിട്ട് നിറം കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒളിച്ചിരിക്കുന്നത് ആരാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. എന്നിട്ട് ഇവിടെ ഒളിച്ചിരിക്കുന്ന ആളുടെ പേര് ഇവിടെ എഴുതി കൊടുക്കുക. ആരാണ് ഇവിടെ ഒളിച്ചിരിക്കുന്നത്? മീനാണ്. ഓക്കെ, മീനാണ് ഒളിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി നമുക്ക് താഴേക്ക് പോകാം. ഇവിടെ പറയുന്നത് കണ്ടുപിടിക്കാമോ? മരം എത്ര, കിളി എത്ര? ഒരു മരത്തിൽ ഒരു കിളി വീതം ഇരുന്നാൽ ഒരു കിളി ബാക്കി വരും. ഒരു മരത്തിൽ 2 കിളി വീതം ഇരുന്നാൽ ഒരു മരം ബാക്കി വരും. മരം എത്ര, കിളി എത്ര? അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? നമ്മളിപ്പോൾ ഒരു 2 മരം വരക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇതൊരു മരം, ഇതൊരു അടുത്ത മരം. ഇവിടെ ഒരു കിളി ഇരുന്നു, ഇവിടെയും ഒരു കിളി ഇരുന്നു. അപ്പോൾ ബാക്കി വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ എന്താണ്? നമ്മൾ അടുത്ത ഒരു മരം കൂടെ വരക്കുക. ഇതിലും ഒരു കിളി ഇരുന്നു. ഇനി ഒരു കിളിയെ നിങ്ങൾ പുറത്തും കൂടെ വെക്കുക. അപ്പോൾ 3 മരവും 3 കിളിയും ഇരുന്നു. ഒരെണ്ണം പുറത്തുമായി അല്ലേ. ഇനി എന്താണ് പറയുന്നത്? ഇനി വീണ്ടും ഇതേ 3 മരങ്ങൾ വീണ്ടും വരക്കുക. 2 3. എന്നിട്ട് പറയുന്നത് ഒരു മരത്തിൽ 2 കിളി വീതം ഇരിക്കുകയാണ്. അപ്പോൾ ഈ കിളിയും കൂടെ, ഈ 2 കിളികളും കൂടെ ഈ മരത്തിൽ ഇരിക്കുകയാണ്. ഓക്കെ, ഈ കിളി. പിന്നെ ഏതാണ്? ഈ ഒരു കിളി ബാക്കിയുണ്ട് അല്ലേ. ആ കിളി എവിടെ ഇരിക്കുന്നത്? ആ കിളിയെയും നമ്മൾ ഇവിടെ ഇരുത്തുകയാണ്. ഈ കിളിയെയും ഇവിടെ ഇരുത്തുകയാണ്. അപ്പോൾ ഇവിടെയും കിളി ഇരുന്നു. അപ്പോൾ എന്താണ് വന്നത്? മരം മാത്രം ബാക്കി വന്നു. കിളി ബാക്കിയുണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് 3 മരം 3ഉം കിളികൾ 4ഉം. കിളികൾ
4. അങ്ങനെ ആകുമ്പോഴാണ് ഇത് കറക്റ്റ് ആവുക. ഇനി അടുത്തത് ഞങ്ങൾ എത്ര? ഞങ്ങളെ 2 വീതം കൂട്ടങ്ങളാക്കാം, 3 വീതമുള്ള കൂട്ടമാക്കാം, 10ൽ താഴെയാണ് എണ്ണം, ഞങ്ങൾ എത്ര പേർ? അപ്പോൾ ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? നമുക്ക് 2 വീതം കൂട്ടമാക്കാനും പറ്റും, 3 വീതം കൂട്ടമാക്കാനും പറ്റും, 10ൽ താഴെയാണെന്നും തന്നിട്ടുണ്ട് അല്ലേ. ഇനി നമുക്കൊരു 2 വീതം കൂട്ടമാക്കണമെങ്കിൽ 2 അത് കഴിഞ്ഞാൽ 4 അല്ലേ, ഒന്നുകിൽ അത് 4 ആവണം. അപ്പോൾ 4 ആകുമ്പോൾ 3ൻ്റെ കൂട്ടമാക്കാൻ പറ്റുമോ? ഇല്ല. ഇനി 5 ആക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോഴും 2ൻ്റെ കൂട്ടമാക്കുമ്പോൾ എന്താണ്? 2 5 വരുമ്പോൾ എങ്ങനെയാണ് വരിക? ഇത് 1 3 4 5, ഇതൊരു കൂട്ടം, ഇതൊരു കൂട്ടം, അപ്പോൾ ബാക്കി 1 ബാക്കിയാവും അല്ലേ. അപ്പോൾ 6 കൊടുക്കുമ്പോഴോ ഇത് 3 എണ്ണം കൂട്ടമാക്കാം. അപ്പോൾ 6 ആണെങ്കിൽ ഇനി 3 എണ്ണത്തിൻ്റെ കൂട്ടം എങ്ങനെ ആക്കാൻ പറ്റും? 3 4 5 6. അപ്പോൾ ഇവിടെ ഈ 3 എണ്ണം ഒരു കൂട്ടത്തിലാക്കാം, ഈ 3 എണ്ണവും ഒരു കൂട്ടത്തിലാക്കാം. ഇത് 10ൻ്റെ താഴെയാണോ? ആണ്. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ്. അപ്പോൾ എത്ര പേരെന്ന് ചോദിച്ചെടുത്ത് 6 എന്ന് എഴുതി കൊടുക്കുക. മനസ്സിലായില്ലേ? ഇനി നമുക്ക് താഴേക്ക് പോകാം. പായസ വിതരണമാണ്. മീനുവിൻ്റെ പിറന്നാളാണ്. 3ാം ക്ലാസ്സിലേക്ക് 4 ട്രേയിൽ പായസം കൊണ്ടുവന്നു. ഒരു ട്രേയിൽ 7 കപ്പ് പായസമുണ്ട്. എത്ര കുട്ടികൾക്ക് പായസം കൊടുക്കാം? ഇവിടെ എത്ര ട്രേ ആണുള്ളത് കൂട്ടുകാരെ? ഇവിടെ 4 ട്രേ ആണുള്ളത്. ഒരു ട്രേയിൽ 7 ആണല്ലേ. അപ്പോൾ ഒരു ട്രേ ആയി 7ൻ്റെ, അടുത്ത ട്രേ ആയി 7, അടുത്തതായി 4ാമത്തെ ട്രേയുമായി. അപ്പോൾ ഇത് എത്രയാണ്? ഇവിടെ 4 7 ആണ് വന്നത്. ആ 4 ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 4 × 7 എന്ന് പറയുന്നതും 7 + 7 + 7 എന്ന് പറയുന്നതും ഇത് രണ്ടും തുല്യമാണ്. അപ്പോൾ 4 × 7 എത്രയാണ്? 4 × 7 എന്ന് പറഞ്ഞാൽ 28 ആണ്. അപ്പോൾ ആകെ 28 കുട്ടികൾക്കുള്ള പായസമാണ് അതിലുണ്ടാവുക. ഇനി 2 ട്രേയിലും കൂടി പായസം കൊണ്ടുവന്നപ്പോൾ 2 കപ്പ് പായസം ബാക്കിയായി. അപ്പോൾ വീണ്ടും എന്ത് ചെയ്തു? വീണ്ടും 2 കപ്പിലും കൂടെ കൊണ്ടുവരികയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ 7 7 എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എഴുതാം. എത്ര തവണ? 7. ആദ്യം ഉണ്ടായിരുന്ന 4 കപ്പ് കൊണ്ടുവന്നത്, പിന്നെയും എന്ത് കൊണ്ടുവന്നു? 2 ട്രേയും കൂടെ കൊണ്ടുവന്നു. അപ്പോൾ 7 + 7. ഇവിടെ എത്ര 7 ഉണ്ട്? 1 2 3 4 5 6. അപ്പോൾ ഈ 6 എണ്ണത്തിന് നമുക്ക് ഈസി ആയിട്ട് 6 × 7 എന്ന് ചെയ്താൽ മതി. 6 × 7 എന്ന് പറയുന്നത് 42 ആണ്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് എന്ത്? 2 കപ്പ് ബാക്കിയായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ കണ്ടെത്തിയ രീതിയിൽ ഇവിടെ എഴുതാം. 6 × 7 = 42. ഇനി 2 കപ്പ് ബാക്കിയായി, അഥവാ ഈ 42 കപ്പിൽ നിന്നും 2 കപ്പ് ബാക്കിയായി, അഥവാ 40. അപ്പോൾ ഇവിടെ എത്ര കുട്ടികളാണുള്ളത്? 40 കുട്ടികളാണ് ഉള്ളതെന്ന് മനസ്സിലാക്കുക. ഇനി ഇവിടെ നോക്കൂ. 3 × 7 എന്ന് പറഞ്ഞാൽ 21, 4 × 7 28. ഇനി അടുത്ത എത്രയാണ്? 5 × 7 ആണ്. 5 × 7 എന്ന് പറയുന്നത് എത്രയാണ്? 5 × 7 35 ആണ്. ഇനി 6 × 7 42 ആണ്. ഇനി 7 × 7 = 49 ആണ്. ഇനി 8 × 7 = 56 ആണ്. 9 × 7 = 63 ആണ്. 10 × 7 = 70 ആണ്. അപ്പോൾ ഇങ്ങനെയാണിത് എഴുതി കൊടുക്കേണ്ടത്. കണ്ടോ? ഇനി നമുക്ക് താഴെ നോക്കാം. ഇവിടെ ഒരു ട്രേയിൽ പായസം, എത്ര ട്രേയിൽ ആകെ പായസം കൊണ്ടുവന്നിട്ടുണ്ട്? ആകെ പായസം കൊണ്ടുവന്നത് 7 ട്രേയിലാണ് അല്ലേ. 7 ട്രേയിലാണ് പായസം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഒരു ട്രേയിൽ എത്ര കപ്പ് പായസം ഉണ്ടായിരുന്നു? 7 കപ്പ് പായസം ഉണ്ടായിരുന്നു. ആകെ എത്ര കപ്പ് പായസമാണ് ഉണ്ടായിരുന്നത്? 6 ട്രേയിലാണ് കൊണ്ടുവന്നത് അല്ലേ. 6 ട്രേയിലായിരുന്നു. എത്ര കപ്പ് പായസം? 42 കപ്പ് പായസം ഉണ്ടായിരുന്നു. 3ാം ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 40 ആണ്. നമ്മൾ നേരത്തെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെയാണ് ഇവിടെ കറക്റ്റായിട്ട് ആൻസർ ചെയ്യേണ്ടത്. ഇനി അടുത്ത പേജ് നോക്കൂ. 2ാം ക്ലാസ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. 2ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് കൊടുക്കാൻ 10 ട്രേ പായസം വേണ്ടി വന്നു. 2ാം ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്? അപ്പോൾ 10 ട്രേ ആണ് വേണ്ടത്. 10 ട്രേയിലാണ് കൊണ്ടുവന്നത്. ഒരു ട്രേയിൽ എത്രയാണ്? 7 എണ്ണമാണുള്ളത്. 10 × 7 70. ഇത് നമുക്ക് ഇങ്ങനെ ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 7 + 7 + 7 എന്ന് 10 തവണ എഴുതിയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. 1 2 3 4 5 6 7 8 9 10 = 70. രണ്ടും ശരിയാണ്. അപ്പോൾ ഇതിനേക്കാൾ ഈസി എന്ന് പറയുന്നത് ഈ മെത്തേഡാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ.
ഇനി ഒരു ട്രേയിൽ 4 കപ്പ് പായസം വീതം 7 ട്രേയിൽ എത്ര കപ്പ് പായസം ഉണ്ടായിരിക്കും? എത്രയാണ് കൂട്ടുകാരെ? ഇവിടെ നോക്കൂ. ഇവിടെ എന്ന് പറയുന്നത് 4 ട്രേ ആണുള്ളത് അല്ലേ? 1 ട്രേ, 2 ട്രേ, 3 ട്രേ, 4 ട്രേ. ഓരോ ട്രേയിലും എത്ര എണ്ണം ഉണ്ട്? 7 എണ്ണമുണ്ട്. അഥവാ 4 × 7 എന്ന് പറയുന്നത് 28 ആണ്. ഇനി ഇവിടെ എത്ര ട്രേ ഉണ്ട്? 1, 2, 3, 4, 5, 6, 7 ട്രേ ഉണ്ട്. ഒരു ട്രേയിൽ എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണമാണുള്ളത്. അഥവാ 7 × 4 എന്ന് പറയുന്നതും 28 ആണ്. അപ്പോൾ ഇത് രണ്ടും തുല്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, 4 × 7 ഉം 7 × 4 എന്ന് പറയുന്നതും തുല്യമാണ്. ഇനി അടുത്തത് തണൽ കുടുംബശ്രീയാണ്. തണൽ കുടുംബശ്രീ യൂണിറ്റ് കുട നിർമ്മിക്കുന്നുണ്ട്. മീനുവിൻ്റെ അമ്മയും ഈ യൂണിറ്റിലെ അംഗമാണ്. അവർക്ക് 11 കുടക്കുള്ള ഓർഡർ കിട്ടി. 3 കുട ഉണ്ടാക്കാനുള്ള കുടക്കമ്പി വീട്ടിലുണ്ട്. ഒരു കുടക്ക് 8 കുടക്കമ്പികളാണ് വേണ്ടത്. വീട്ടിൽ ആകെ എത്ര കുടക്കമ്പികൾ ഉണ്ട്? അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആകെ കുട ഉണ്ടാക്കേണ്ടത് അവർക്ക് ആകെ 11 കുടയാണ് ആകെ കുട വേണ്ടത്. ഇനി 3 കുടക്കുള്ള കമ്പി ഉണ്ട്. 3 കുടക്കുള്ള കമ്പി. ഓക്കെ, 3 കുടക്കുള്ള കമ്പി ഉണ്ട്. ഒരു കുട എന്ന് പറയുന്നത് എന്താണ്? 8 കമ്പിയാണ്. ഓക്കെ, അപ്പോൾ ആദ്യം അവർ മനസ്സിലാക്കേണ്ടത് ആകെ വീട്ടിൽ എത്ര കുടക്കമ്പി ഉണ്ട്? എത്രയാണ്? ഒരു കുടക്കുള്ളത് 8 ആണ്. അപ്പോൾ ഒരു 8 എണ്ണമുണ്ട്. അടുത്ത 3 കുടയാണുള്ളത് അല്ലേ? അപ്പോൾ ഒരു കുടക്കുള്ളത്, 2 കുടക്കുള്ളത്, 3 കുടക്കുള്ളത്. അഥവാ ഇത് എത്രയാണ്? 3 × 8 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 24. അപ്പോൾ 24 കുടക്കമ്പികൾ അവരുടെ വീട്ടിലുണ്ട്. ബാക്കി 8 കുടക്കുള്ള കുടക്കമ്പികൾ വാങ്ങാനായി അമ്മയോടൊപ്പം മീനുവും പോയി. എത്ര കുടക്കമ്പികൾ വേണം? അപ്പോൾ ഇനി എത്രയാണ് ബാക്കിയുള്ളത്? 8 കുടക്കമ്പിയാണല്ലേ? ആകെ 11 വേണ്ടത്. അതിൽ 3 എണ്ണം വീട്ടിലുണ്ട്. ബാക്കി 8 എണ്ണം ഉണ്ടാക്കണം. ഈ 8 എണ്ണത്തിന് എത്ര എണ്ണം വേണം? ഒരു 8 എണ്ണത്തിന് എത്ര എണ്ണം വേണം? ഒരെണ്ണം ഉണ്ടാക്കാൻ 8 എണ്ണമാണ് വേണ്ടത്. അപ്പോൾ 8 × 8 എന്ന് പറയുന്നത് 64. ഇതിന് നമുക്ക് അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? 8 + 8 എന്ന് എഴുതി 8 തവണ എഴുതിയാൽ നമുക്ക് കിട്ടുന്ന ഉത്തരവും ശരിയായിരിക്കും. 1, 2, 3, 4, 5, 6, 7, 8, 64. അപ്പോൾ ഈ 2 രീതിയിലും നമുക്കിത് എഴുതാവുന്നതാണ്. ഇനി അടുത്തത് 11 കുടക്ക് ആകെ എത്ര കുടക്കമ്പികൾ വേണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്? 11 കുടക്കുള്ളതാണ്. ഒന്നെങ്കിൽ നമ്മൾ മനസ്സിലാക്കി 3 കുടക്ക് എത്ര എണ്ണം വേണം? 3 × 8 എന്ന് പറയുന്നത് 24 ആണ്. പിന്നെ ഉള്ളത് 8 ആണല്ലേ? അപ്പോൾ 8 × 8 എന്ന് പറയുന്നത് 64 ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് കൂട്ടി നോക്കിയാൽ മതി. അഥവാ 64 + 24 എന്ന് പറയുന്നത് എത്രയാണ്? 88 ആണ്. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് മനസ്സിലാക്കേണ്ടത് ആകെ 11 കുടകൾ വേണം. ഒരു കുടക്ക് 8 എണ്ണം വേണം. ഇത് ഇൻറ്റു ചെയ്താലും 88 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ ഇങ്ങനെയും നമുക്ക് ചെയ്തു നോക്കാവുന്നതാണ്. ഇനി അടുത്തത് ഉത്തരം കണക്കാക്കി നോട്ട് ബുക്കിൽ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇവിടെ എഴുതാം. നിങ്ങളത് നോട്ട് ബുക്കിൽ എടുത്ത് എഴുതിയാൽ മതി. ഫസ്റ്റത്തേത് ഒരു പാക്കറ്റ് ക്രയോണിൻ്റെ വില എന്ന് പറയുന്നത് 8 രൂപയാണ്. ഇതിലെ 6 പാക്കറ്റ് ക്രയോൺ വാങ്ങാൻ എത്ര രൂപ വേണം? അപ്പോൾ ഒരു പാക്കറ്റിന് 8 രൂപയാണ്. അപ്പോൾ 6 എണ്ണം വാങ്ങണമെങ്കിൽ എത്ര എണ്ണം വേണം? ഇത് 8 തവണ കൂട്ടണം. 8 + 8 + 8 + 8 + 8. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 6 × 8 എന്നത് ചെയ്യണം. അപ്പോൾ ഉത്തരം 48. അപ്പോൾ ഒന്നാമത്തേൻ്റെ ഉത്തരം എന്ന് പറയുന്നത് 48 എന്ന് നമുക്ക് കിട്ടി. രണ്ടാമത്തെ ചോദ്യം, മീനുവിൻ്റെ സ്കൂളിലേക്ക് 8 പേപ്പർ കട്ടർ വേണം. ഒന്നിന് 7 രൂപയാണ് വില. ആകെ എത്ര രൂപയാകും? അപ്പോൾ രണ്ടാമത്തെ ഉത്തരമാണ്. ഒരു പേപ്പർ കട്ടിന് എത്ര രൂപയാണ്? 7 രൂപയാണല്ലേ? ഒരെണ്ണത്തിന് 7 രൂപയാണ്. 8 എണ്ണം വേണം. അപ്പോൾ ഒന്നിന് 7, രണ്ടാമത്തേന് 7, മൂന്നാമത്തേന് 7, നാലാമത്തേന് 7, അഞ്ചാമത്തേന് 7, ഏഴാമത്തേന് 7, എട്ടാമത്തേനും 7. ഇതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? ഈ 7 എണ്ണവും കൂടെ 8ൻ്റെ കൂടെ ഗുണിച്ചാലും മതി. അപ്പോൾ ഉത്തരം എത്രയാണ്? 56 എന്ന് കിട്ടും. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം. മൂന്നാമത്തെ ചോദ്യമാണ്. മൂന്നാമത്തെ എന്താണ്? ഒരു കേക്കിനെ 8 കഷ്ണമായിട്ട് മുറിക്കാം. 5 കേക്ക് വാങ്ങി അല്ലേ? ഒരു കേക്കിനെ
8 കഷ്ണമായിട്ട് മുറിക്കാം. ഇപ്പോൾ ആദ്യത്തെ കേക്കിന് 8 ആയിട്ട് മുറിച്ചു, രണ്ടാമത്തെ കേക്കിന് 8 ആയിട്ട് മുറിച്ചു, മൂന്നാമത്തെ കേക്കിന് 8 ആയിട്ട് മുറിച്ചു, നാലാമത്തെ കേക്കിന് 8 ആയിട്ട് മുറിച്ചു, അഞ്ചാമത്തെ കേക്കിനെയും 8 ആയിട്ട് മുറിച്ചു. ഇത് നമുക്ക് ഈസി ആയിട്ട് 5 കേക്കിനെയും 8 തവണ മുറിക്കുന്നതായിട്ട് നോക്കാം. അഥവാ 5 × 8 എന്ന് പറയുന്നത് 40 ആണ്. അപ്പോൾ 40 കഷ്ണങ്ങളാണ് ഉണ്ടായിരിക്കുക. ഇനി അടുത്തത് നോക്കൂ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നാലാമത്തെ ചോദ്യമാണ്. നാലാമത്തെ ചോദ്യം 127-ാം പേജിലെ ചെസ് ബോർഡിലെ ചിത്രം കണ്ടല്ലോ. ചെസ് ബോർഡിൽ എത്ര കല്ലുകളാണ് കരുക്കളുള്ളത്? ചെസ് ബോർഡിൽ ആകെ എത്ര കല്ലുകൾ ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങുമ്പോഴേ അവിടെ എണ്ണിയിട്ടുണ്ടായിരുന്നു. 8 എണ്ണമാണ് അവിടെ ഉള്ളത്. ഓക്കെ, 8 എണ്ണം വലത്തോട്ടും 8 എണ്ണം താഴോട്ടും അല്ലേ. അപ്പോൾ 8 × 8 എന്നതാണ്. 8 × 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 64. ഇത് നിങ്ങൾക്ക് 8 + 8 + 8 എന്ന് പറഞ്ഞിട്ട് എഴുതാം. അല്ല എന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇങ്ങനെയും ചെയ്യാം. ഇനി അടുത്തത് അഞ്ചാമത്തെ ചോദ്യമാണ്. അഞ്ചാമത്തെ ചോദ്യം, വിഴിഞ്ഞം തുറമുഖത്തേക്ക് ചൈനയിൽ നിന്നും ക്രെയിനുമായി വന്ന കപ്പൽ യാത്രക്ക് 3 ആഴ്ചയെടുത്തു. 3 ആഴ്ചയാണ് എടുത്തിട്ടുള്ളത്. എത്ര ദിവസമാണ് കപ്പൽ യാത്ര ചെയ്തത്? ഒരാഴ്ച എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7 ദിവസമാണ്. അപ്പോൾ 3 × 7 എത്രയാണ്? 21 ദിവസമാണ് എടുത്തിട്ടുണ്ടാവുക. മനസ്സിലായില്ലേ? നമ്മൾ എല്ലാതും നോക്കി. ഇനി അടുത്തത് പൂർത്തിയാക്കുക എന്നത് നമുക്ക് നോക്കാം. അടുത്തത് പൂർത്തിയാക്കുക എന്നുള്ളതാണ്. വളരെ സിമ്പിളാണ്. ഇവിടെ എന്താണ്? 1 2 3 4, ഇവിടെ മിസ്സായിട്ടുള്ളത് 5, 6 ഇവിടെ ഉണ്ട്, 7 8 9 10. ഇനി അടുത്തത് താഴേക്ക് നോക്കൂ. താഴേയിൽ 8 ഉണ്ട്, 8 16. 16 കഴിഞ്ഞ് കഴിഞ്ഞാൽ 8ഉം 16ഉം തമ്മിലുള്ളത് 8 ആണ് വ്യത്യാസം. അപ്പോൾ ഈ 16ൻ്റെ കൂടെ +8 ചേർത്താൽ മതി. അപ്പോൾ എത്ര കിട്ടും? 24 എന്ന് കിട്ടും. വീണ്ടും 24ൻ്റെ കൂടെ 8 ചേർക്കുക. അപ്പോൾ 32. 32ൻ്റെ കൂടെ 8 ചേർക്കുമ്പോൾ 40. 40ൻ്റെ കൂടെ 8 ചേർക്കുമ്പോൾ 48. 48ൻ്റെ കൂടെ 8 ചേർക്കുമ്പോൾ 56. 56ൻ്റെ കൂടെ 8 ചേർക്കുമ്പോൾ 64. 64ൻ്റെ കൂടെ 8 ചേർക്കുമ്പോൾ 72. 72ൻ്റെ കൂടെ 8 ചേർക്കുമ്പോൾ 80. അഥവാ 8ൻ്റെ ഗുണിതങ്ങളാണ്. ഇനി അടുത്തത് നോക്കൂ. 1 2 3 4 5 6, ഇവിടെ 7 എന്ന് എഴുതുക. ഇനി 1 7 ഇങ്ങനെയും നമുക്ക് നോക്കാം. 1 7 7, 2 7 എത്രയാണ്? 2 7 14, 3 7 എത്രയാണ്? 3 7 21, 4 7 എന്ന് പറയുന്നത് 28, 5 7 35, 6 7 42, 7 7 49, 8 7 56, 9 7 എന്ന് പറയുന്നത് 63, 10 7 70. അങ്ങനെ നമുക്കിത് ചെയ്തു നോക്കാവുന്നതാണ്. ഇനി അടുത്ത പേജ് നോക്കാം. സമൂസ കച്ചവടമാണ്. കുട ഉണ്ടാക്കുന്നവർക്ക് സമൂസ വാങ്ങാനായി മീനുവിൻ്റെ അച്ഛനും അനുജനും കടയിലെത്തി. ഒരു സമൂസക്ക് 9 രൂപയാണ് വില. അച്ഛൻ 8 സമൂസ വാങ്ങി. കടക്കാരనికి എത്ര രൂപ കൊടുക്കണം? അപ്പോൾ 9 രൂപയാണ് ഒരു സമൂസയുടെ വില. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് ഒരു സമൂസയുടെ വില. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ സ്റ്റെപ്പായിട്ട് എഴുതാം. ഒരു സമൂസയുടെ വില എത്ര രൂപയാണ്? ഒരു സമൂസക്ക് 9 രൂപയാണ്. ആകെ എത്ര സമൂസയാണ് വാങ്ങിച്ചത്? ആകെ 8 സമൂസയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ആകെ വില എന്ന് പറയുന്നത് 9 രൂപയുടെ 8 സമൂസ. 9. അപ്പോൾ ഒരു സമൂസ, 2 സമൂസ, 3 സമൂസ, 4 സമൂസ, 5 സമൂസ, 6 സമൂസ, 7 സമൂസ, 8 സമൂസ. അഥവാ 9 × 8 എത്രയാണ്? 9 × 8 എന്ന് പറഞ്ഞാൽ 72 രൂപയാണ് ചിലവായിട്ടുള്ളത്. ഇനി താഴേക്ക് നോക്കൂ. ഇവിടെ 3 × 9. 3 × 9 എന്ന് പറയുന്നത് എത്രയാണ്? 3 × 9 27 ആണ്. അടുത്തത് 5 × 9 എന്ന് പറഞ്ഞാൽ 45 ആണ്. 7 × 9 63 ആണ്. 9 × 9 81 ആണ്. ഇനി 2 9 ചേർന്നാൽ അഥവാ 2 × 9 18 ആണ്. 4 9 ചേർന്നാൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? അവിടെ 4 × 9 ആണ്. 4 × 9 എന്ന് പറഞ്ഞാൽ എത്രയാണ് ഉത്തരം? 4 × 9 36 ആണ്. ഇനി 6 9 ചേർന്നാൽ അഥവാ 6 × 9 എന്ന് പറയുന്നത് 54 ആണ്. ഇനി ഇവിടെ 8 × 9 ആണ്. അപ്പോൾ എത്രയാണ്? 8 9 എന്ന് എഴുതണം അല്ലേ. 8 9 ചേർന്നാൽ എന്ന് എഴുതി കൊടുക്കുക. 8 × 9 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 72 ആണ്. 8 × 9 72 ആണ്. ഇനി 10 × 9 ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് എഴുതണം? 10
9 ചേർന്നാൽ എന്ന് എഴുതുക. 10 × 9 90 ഇനി അടുത്ത് 50 അപ്പോൾ ഇവിടെ എഴുതേണ്ടത് 50 9 ചേർന്നാൽ എന്ന് എഴുതുക. 50 × 9 എന്ന് പറയുന്നത് എത്രയാ? 50 × 9 450 ഓക്കെ, 450. ഇനി 100 × 9 അഥവാ 100 9 ചേർന്നാൽ 100 9 ചേർന്നാൽ എത്രയാണ്? 100 × 9 എന്ന് പറഞ്ഞാൽ 900 ഓക്കെ, 900. ഇനി നമുക്ക് താഴേക്ക് നോക്കാം. അടുത്തത് എന്ന് പറയുന്നത് ഗുണിച്ചു കളിക്കാം എന്നുള്ളതാണ്. ഇവിടെ 1 × 1 എന്ന് തന്നിട്ടുണ്ട്. ഇത് കറക്റ്റായിട്ട് നിങ്ങളൊന്ന് എഴുതുക. ഇവിടെ ഒന്ന് എഴുതി കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതേപോലെയാണ് കൂട്ടുകാരെ എഴുതേണ്ടത്. അവിടെ 1 × 2 2 × 2 3 × 2 4 × 2 5 × 2 6 × 2 7 × 2 8 × 2 9 × 2 10 × 2 ആണ് മിസ്സായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എഴുതിയതുപോലെയാണ് നിങ്ങൾ കറക്റ്റായിട്ട് എഴുതേണ്ടത്. അവിടെ നമ്പേഴ്സ് ഉണ്ട്, അത് കണ്ടിന്യൂസ് ആയിട്ട് എഴുതി പോയാൽ മാത്രം മതി. ഓക്കെ, ഇനി ഇവിടെ താഴേക്ക് നോക്കൂ. ഈ ക്രിയകളുടെ ഉത്തരം നോട്ട്ബുക്കിൽ കളം വരച്ച് എഴുതാനും പറയുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ കളം വരക്കുക, എന്നിട്ട് ഇതിൻ്റെ ഉത്തരവും കൂട്ടുകാർ എഴുതി നോക്കുക. ഇനി നിറം കൊടുത്ത കളങ്ങളിലെ ഉത്തരം കണക്കാക്കി എഴുതൂ. ഇവിടെ നിറം കൊടുത്ത കളങ്ങളിലുള്ള ഏതൊക്കെ ഉത്തരങ്ങളാണ് ഇവിടെ ഉള്ളത്? ഇനി ഇവിടെ നിറം കൊടുത്ത കള്ളിയിലുള്ള ആൻസർ എഴുതാൻ, ഉത്തരം എഴുതാൻ വേണ്ടി പറയുന്നുണ്ട്. അഥവാ 1 × 1 എന്ന് പറയുന്നതാണ് ആദ്യത്തെ വരുന്നത്. അതിൻ്റെ ഉത്തരം 1 തന്നെയാണ്. അടുത്തത് എത്രയാണ്? 2 × 2 ആണ്, ഉത്തരം 4 ആണ്. അടുത്തത് 3 × 3 ഉത്തരം 9 ആണ്. 4 × 4 16 ആണ് ഉത്തരം. അതുപോലെ 5 × 5 25 ആണ് ഉത്തരം. 6 × 6 36 ഉത്തരമായിട്ട് വരും. 7 × 7 49 ഉത്തരമായിട്ട് വരും. ഇനി 8 × 8 എന്ന് പറയുന്നത് 64 ഉത്തരമായിട്ട് വരും. 9 × 9 എന്ന് പറയുന്നത് 81 ഉത്തരമായിട്ട് വരും. 10 × 10 100 ഉത്തരമായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയാണ് നിറം കൊടുത്ത കള്ളിയിലെ ഉത്തരങ്ങൾ വരുന്നത്. ഇനി 8ാമത്തെ വരിയിലെ ഉത്തരങ്ങൾ എഴുതുക. അവയുടെ പ്രത്യേകത എന്താണ്? 8ാമത്തെ വരിയിൽ ആദ്യമുള്ളത് എന്താണ്? 8 × 1 ആണ്, അത് 8 തന്നെയാണ്. അടുത്ത ഉത്തരം എന്ന് പറയുന്നത് 16 ആയിരിക്കും. പിന്നെ വരുന്നത് 24, പിന്നെ വരുന്നത് 32, പിന്നെ 40 വരും. അതിനുശേഷം 48 വരും. അതിനുശേഷം 56 വരും. അതിനുശേഷം 64 വരും. 72 80 ഇങ്ങനെയാണ് വരിക. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഇത് 8ൻ്റെ ഗുണിതഫലങ്ങളാണ്. ഓക്കെ, ഗുണന ഫലങ്ങളാണ്. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് 8ൻ്റെ ഗുണനഫലങ്ങളായിട്ടാണ് 8ാമത്തെ കള്ളിയിൽ വരുന്നത്. ഇനി അടുത്തത് ഓക്കെ, അടുത്തത് സ്വിച്ച്ഡ് ബൾബ് കത്തു എന്നുള്ള പ്രവർത്തനമാണ് നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത്. ഓക്കെ, ഇവിടെ ആദ്യം പറയുന്നത് എന്താണ്? മീനു ഗണിതമേളയ്ക്ക് ചെയ്തതാണ് ഇവിടെ തന്നിട്ടുള്ളത്. സ്വിച്ചിന് താഴെയുള്ള ക്രിയകളുടെ ഉത്തരം വരുന്ന ബൾബുകൾക്ക് സ്വിച്ചിൻ്റെ നിറം കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആദ്യത്തേത് നോക്കൂ. 3 × 9 എന്നുള്ളതാണ്. 3 × 9 എന്ന് പറഞ്ഞാൽ ഉത്തരം 48 ആണ്. ഇവിടെ ഏത് കളറാണ്? അപ്പോൾ 48ന് കൊടുക്കേണ്ടത് ഗ്രീൻ കളർ കൊടുക്കണം. 48ന് നമ്മൾ ഗ്രീൻ കളർ കൊടുക്കണം. അടുത്തത് 5 × 5 ആണ്. 5 × 5 എന്ന് പറയുന്നത് 25 ആണ്. അപ്പോൾ 25ന് ചുവപ്പ് നിറം വേണ്ടി കൊടുക്കുക. ഓക്കെ, വേണമെങ്കിൽ മാച്ച് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് 7 × 3 ആണ്. 7 × 3 എന്ന് പറഞ്ഞാൽ 21 ആണ്. അപ്പോൾ 21ന് മഞ്ഞ നിറം കൊടുക്കുക. ഓക്കെ, 21. ഇനി അടുത്തത് 6 × 6 എന്ന് പറയുന്നത് 36 ആണ്. 36ന് ബ്ലൂ നിറം കൊടുക്കുക. ഓക്കെ, 36ന്. ഇനി 9 × 9 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 81 ആണ്. അതിന് ഓറഞ്ച് നിറമാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ടീച്ചറുടെ കയ്യിൽ ഓറഞ്ച് ഇല്ല, റെഡ് കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് 6 × 8 എന്ന് പറയുന്നത് 27 ആണ്. ഇതിന് വയലറ്റ് നിറമാണ് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിന് വയലറ്റ് നിറവും കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഉത്തരം നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഇനി അടുത്തത് ക്രിക്കറ്റ് മത്സരത്തിൽ മീനുവിൻ്റെ ചേച്ചി 11 സിക്സറും 6 റണ്ണ് 15 ബൗളറും 6 റണ്ണ് അടിച്ചു. ആകെ എത്ര റൺസാണ് ഇങ്ങനെ കിട്ടിയത്? എന്താണ് ആകെ എത്ര റൺസാണ് അവർക്ക് കിട്ടിയത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എത്രയാണ്? ചേച്ചി 11 ആണ് അടിച്ചിട്ടുള്ളത്, 6 റണ്ണാണ്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കേണ്ടത് 11 × 6. ഓക്കെ, ഇവിടെ ചെയ്യാം. 11 × 6 എത്രയാണ്? 11 × 6 66 ആണ്. ഇനി 15 ബൗണ്ടറി അടിച്ചിട്ടുണ്ട് അല്ലേ? 15 × 4 60 ആണ്. ഇനി ആകെ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടി 66 + 60 കൂട്ടി നോക്കണം. എത്രയാണ്? 126. അപ്പോൾ ആകെ കിട്ടിയത് 126 ആണ്. ഓക്കെ, ഇവിടെ 15 × 1 15, 15 × 2 30 ഇത് തന്നിട്ടുണ്ട്. അത് കൂട്ടുകാർ വായിച്ചു നോക്കുക.
ഇനി സിക്സറുകളിൽ നിന്ന് കിട്ടിയ റൺസ് 10 പ്രാവശ്യം 6 അടിച്ചപ്പോൾ 60 കിട്ടി, ഒരു പ്രാവശ്യം കിട്ടിയപ്പോൾ 6 കിട്ടി, അപ്പോൾ രണ്ടും കൂടെ കൂട്ടിയപ്പോൾ 66 കിട്ടി. ഇനി 11 അല്ലേ, എത്ര പ്രാവശ്യം അടിച്ചപ്പോഴാണ് കിട്ടിയത്? ആദ്യം 10 പ്രാവശ്യം അടിച്ച് 10 പ്രാവശ്യം അടിച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 40 എന്നുള്ളത് കിട്ടി. ഇനി ആകെ അടിച്ചിട്ടുള്ള എത്രയാണ്? 15 ആണല്ലേ. അപ്പോൾ ഇവിടെ 5 പ്രാവശ്യം വീണ്ടും അടിച്ചു, 5 പ്രാവശ്യം അടിച്ചു, 5 പ്രാവശ്യം 4 അടിച്ചു. അപ്പോൾ എത്രയാണ്? 5 × 4 എന്ന് പറയുന്നത് 26. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 40 പ്ലസും 26 കൂടെ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഉത്തരം എന്ന് പറയുന്നത് എത്ര കിട്ടും? 60 എന്ന് ഉത്തരം കിട്ടും. 66 എന്ന് ഉത്തരവും കിട്ടും. ഓക്കെ, ഒന്നുകൂടെ കറക്റ്റായിട്ട് പറഞ്ഞു തരാം, ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായി. ഇവിടെ എത്ര പ്രാവശ്യമാണ്? ആദ്യം 10 പ്രാവശ്യം നമ്മൾ അടിച്ചു, 10 പ്രാവശ്യം 4 അടിച്ചപ്പോൾ 40 എന്ന് കിട്ടി. ആകെ എത്രയാണ് അടിച്ചിട്ടുള്ളത്? 15 ആണല്ലോ. അപ്പോൾ ബാക്കി 5 ഉണ്ട്. വീണ്ടും 5 പ്രാവശ്യം അടിച്ചു, അപ്പോൾ വീണ്ടും 5 പ്രാവശ്യം 4 അടിച്ചപ്പോൾ എത്ര കിട്ടി? 20 കിട്ടി. നമ്മൾ പിന്നെ ചെയ്യേണ്ടത് ഈ 40ഉം 20ഉം കൂടെ കൂട്ടുക, അപ്പോൾ 60 എന്ന് ഉത്തരം കിട്ടും. ഈ 66ഉം ഈ 60ഉം കൂടെ കൂട്ടിയതാണ് ഇവിടെ 166 എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഉത്തരം കണ്ടെത്താം എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. അതിന് ഗുണിക്കാതെ കണക്കാക്കാം. 29 × 8 എന്ന് പറയുന്നത് എത്രയാണ്? 29 × 8 എന്ന് പറയുന്നത് ഗുണിക്കാതെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? 20 × 8 നമ്മൾ ആദ്യം ചെയ്ത് നോക്കുക. 20 × 8 എന്ന് പറയുന്നത് 160 അതിൻ്റെ കൂടെ നമ്മൾ 9 × 8 കൂടെ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ആകെ 29 × 8 എന്ന് പറയുന്നതിൻ്റെ ഉത്തരം നമുക്ക് കണക്കാക്കാൻ വേണ്ടി പറ്റും. 29 × 8 എന്ന് പറയുന്നത് 232. ഇനി 30 × 8 240. അങ്ങനെയാണെങ്കിൽ 31 × 8 എന്ന് പറയുന്നത് എത്രയാണ്? 31 × 8 എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ 8 കൂട്ടിയാൽ മതി അല്ലേ. അപ്പോൾ 248 എന്ന് ഉത്തരം കിട്ടും. ഇനി അടുത്തത് 50 × 5 എത്രയാണ്? 250. ഇനി 51 × 5 എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ 5 കൂട്ടിയാൽ മതി, അപ്പോൾ 255 എന്ന് കിട്ടും. ഇനി 52 × 5 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 260 ആയിരിക്കും. അപ്പോൾ നമുക്ക് കൂട്ടാതെ ഒരു സംഖ്യ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടും നമുക്ക് ഗുണിക്കാതെ കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇനി താഴേക്ക് നോക്കാം. വളയുടെ വിലയാണ്, ഒരു ഡസൻ വളക്ക് 25 രൂപയാണ് വില. ഓക്കെ, ഒരു ഡസൻ വളക്ക് 25 രൂപ. അങ്ങനെ മീനു 4 ഡസൻ വളയും 3 ഡസൻ നീല വളയും വാങ്ങി. ആകെ വില എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം 25 അല്ലേ, 25 രൂപയുടെ എന്ത് വാങ്ങിച്ചു? 4 ഡസൻ വള വാങ്ങിച്ചു. 25 × 4 എത്രയാണ്? 100. അതിനുശേഷം 3 ഡസനും കൂടെ വാങ്ങിച്ചു അല്ലേ. അപ്പോൾ 25 × 3 എന്ന് പറയുന്നത് 75. ഇനി ആകെ ഡസൻ കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ 100ഉം അതുപോലെ തന്നെ 75 രൂപ കൂട്ടുക, അപ്പോൾ നമുക്ക് കിട്ടും 175. അപ്പോൾ ഈ 175 ആകെ വില എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ എന്ത് ചോദിക്കുന്നുണ്ട്? മറ്റൊരു രീതി ചോദിക്കുന്നുണ്ട്. മറ്റൊരു രീതി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ത് ചെയ്യാം? 25 ഒരു ഡസൻ വളക്കുള്ള പൈസ എന്ന് പറയുന്നത്. അവിടെ 3 ഡസനും ഇവിടെ 4 ഡസനും ഇവിടെ 3 ഡസനും എത്രയായി? 7 ഡസന്. അപ്പോൾ 25 × 7 നമുക്ക് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ആദ്യം 25 × 5 ചെയ്യാം. ഓക്കെ, 25 × 5 എന്ന് പറയുന്നത് എത്രയാണെന്നാണ് നമ്മൾ കണ്ടത്? 125 അല്ലേ. ഇനി എത്രയാണ് ബാക്കിയുള്ളത് കൂട്ടുകാരെ? 2 എണ്ണമാണുള്ളത്. അപ്പോൾ നമ്മൾ 25 × 2 ചെയ്യാം. 25 × 2 എന്ന് പറയുന്നത് എത്രയാണ്? 50 അല്ലേ, 50. ഇനി നമുക്ക് ഈ 125ഉം ഈ 50ഉം കൂടെ കൂട്ടി നോക്കിയാൽ മതി. അപ്പോഴും 175 എന്നുള്ള ഉത്തരം കിട്ടും. ഇങ്ങനെ നമുക്ക് ചെയ്തു നോക്കാവുന്നതാണ്. ഇനി ഇവിടെ ഒരു ഡസൻ എന്ന് പറയുന്നത് 12 എണ്ണമാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇനി ഇവിടെ പട്ടിക പൂർത്തിയാക്കാനാണ്. 1 × 6 എന്ന് പറയുന്നത് 6, അടുത്തത് 2 × 6 12, അടുത്തത് എത്രയാണ്? 3 × 6 എന്ന് പറയുന്നത് 18, 4 × 6 എന്ന് പറയുന്നത് 24, 5 × 6 30, അത് കഴിഞ്ഞാൽ 6 × 6 36, 7 × 6 42, 8 × 6 48, 9 × 6 എന്ന് പറയുന്നത് എത്രയാണ്? 54. ഇനി ഇവിടെ 10 × 6 എന്ന് പറയുന്നത് 60, 20 × 6 എന്ന് പറയുന്നത് 120. അങ്ങനെയാണെങ്കിൽ 30 × 6 എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ 18, 180 ഉത്തരം കിട്ടും. ഇനി 40 × 6 എന്ന് പറയുന്നത് 24, 4 × 6 24, അപ്പോൾ 40 × 6 240. അങ്ങനെ നിങ്ങൾ ഇവിടെ 50 × അങ്ങനെ ഓരോന്ന് എഴുതുമ്പോഴും ഇവിടെ എന്താണ്? 00 ഈ ഉത്തരത്തിൻ്റെ കൂടെ കൂട്ടി കൊടുത്താൽ മതി. ഓക്കെ,
ഇനി അടുത്തത് 40 × 6 എന്ന് പറയുന്നത് അപ്പോൾ എത്രയാണ്? 44 × 6 എന്ന് പറയുന്നത് മനക്കണക്കായിട്ട് ഉത്തരം പറയാം. അത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 40 × 6 ആണ്. 40 × 6 240 ആണ്. കാരണം 4 × 6 24 ആണ്. അപ്പോൾ 240 ആണ്. ഇനി 4 × 6 എത്രയാണ് നമ്മൾ പറഞ്ഞത്? 4 × 6 എന്ന് പറയുന്നത് 24 ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ എത്രയാണ് 44 × 6 എന്ന് പറയുന്നത്? 264 ആണ്. 264 ആണ്. ഓക്കെ. ഇനി ഇതുപോലെ 7, 8, 9 എന്നീ സംഖ്യയുടെ ഗുണന ക്രിയകൾ എഴുതാൻ പറയുന്നുണ്ട്. അത് കൂട്ടുകാർ എഴുതി നോക്കുക. ഇനി അടുത്തത് ഇവിടെ പറയുന്നത് എത്രയാണ്? 110 × 6 എന്ന് പറയുന്നത് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 110 × 6. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എത്രയാണ്? 100 × 6 നോക്കണം. 100 × 6 എന്ന് പറയുന്നത് 600 ആണ്. ഓക്കെ. ഇനി 10, ബാക്കി എത്രയാണ് ബാലൻസ് ഉള്ളത്? 10 ആണ്. 10 × 6 എന്ന് പറയുന്നത് 60 ആണ്. ഇനി ഈ 600 + 60 ചെയ്ത് നോക്കുക. എത്രയാണ്? 660 എന്ന് ഉത്തരം കിട്ടും. ഇനി അടുത്തത് നോക്കൂ, 52 × 6 ആണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് 50 × 6 ആണ്. അപ്പോൾ നമുക്ക് 300 എന്ന് ഉത്തരം കിട്ടും. ഇനി ബാക്കി 2 ആണ് ബാലൻസ് ഉള്ളത്. 2 × 6 എന്ന് പറഞ്ഞാൽ 12 ആണ്. ഇനി നമ്മൾ 300 + 12 ചെയ്യണം. അപ്പോൾ 312 ഉത്തരം കിട്ടും. ഇനി അടുത്തത് എത്രയാണ്? 38 × 6 ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് 30 × 6 ആണ്. 30 × 6 180 ആണ്. അത് കഴിഞ്ഞ ബാലൻസ് 8 ആണ്. 8 × 6 എന്ന് പറയുന്നത് 48 ആണ്. ഇനി നമ്മൾ 180 + 48 ചെയ്ത് നോക്കണം. അപ്പോൾ 228 എന്ന് ഉത്തരം കിട്ടും. ഓക്കെ. ഇത്തരത്തിലുള്ള കണക്കുകൾ കൂടുതൽ നിങ്ങളുടെ അടുത്ത് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ താഴേക്ക് നോക്കാം. ഇവിടെ പൂക്കളം പൂർത്തിയാക്കാം എന്നുള്ളതാണ് അടുത്ത പ്രവർത്തനമായിട്ട് പറയുന്നത്. ഇവിടെ നമ്മൾ നോക്കൂ, ഇവിടെ 7 × 5 ആണ് ഇവിടെ 85 എന്ന് ഉത്തരം കിട്ടിയിട്ടുള്ളത്. 5 × 3 ആണ് 15 എന്ന് ഉത്തരം കിട്ടിയിട്ടുള്ളത്. ഇനി 5 × 7 ആണ് 35. 5 × 6 എന്ന് പറയുന്നത് എത്രയാണ്? നമ്മൾ ആദ്യം നോക്കണം. എത്രയാണ് കൂട്ടുകാരെ? 5 × 6 എന്ന് പറയുന്നത് 30 ആണ്. അപ്പോൾ ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് 30 ആണ്. ഇനി അടുത്തത് 5 × 12 നമ്മൾ നോക്കണം. എത്രയാണ്? 5 × 12 ആദ്യം നമ്മൾ 10 കൊണ്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? രണ്ടും കൂടെ കൂട്ടി നോക്കുക, രണ്ടും കൂടെ ഗുണിച്ച് നോക്കുക. അപ്പോൾ 5 × 12 എന്ന് പറയുന്നത് 60 എന്ന് ഉത്തരം കിട്ടും. 60 എന്ന് ഉത്തരം വരും. ഇനി അടുത്തത് ഇവിടെ 40 തന്നിട്ടുണ്ട്. 40 ആവണമെങ്കിൽ 5 എത്ര തവണ നമ്മൾ ഗുണിച്ച് നോക്കണം? 40 ഉത്തരം കിട്ടണമെങ്കിൽ എത്ര തവണ ഗുണിച്ച് നോക്കണം? എത്രയാണ്? 8 തവണ. അപ്പോൾ 8 തവണയാവുമ്പോൾ നമുക്ക് 40 എന്ന് ഉത്തരം കിട്ടും. ഇനി 5 × 15 എന്ന് പറയുന്നത് എത്രയാണ്? 5 × 15 എന്ന് പറയുന്നത് 75 ആണ്. ഓക്കെ, 75. ഇനി ഇവിടെ 50 തന്നിട്ടുണ്ട്. 5 എത്ര തവണ ഗുണിക്കുമ്പോൾ 50 കിട്ടുന്നത്? 10 തവണയാണ്. അപ്പോൾ ഇങ്ങനെയാണ് കൂട്ടുകാർ ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇനി അടുത്തത് ക്രമം തുടരുക എന്നുള്ള പ്രവർത്തനമാണ്. നമുക്ക് നോക്കാം. ഇവിടെ 3, 6, 9 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 3ൻ്റെ ഗുണിതങ്ങളാണല്ലേ. 3, 6, 9. 9 കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എത്രയാണ് വരുന്നത്? 3, 6, 9 കഴിഞ്ഞാൽ 12 വരും. 12, അത് കഴിഞ്ഞാൽ 15, പിന്നെ 18 ഇങ്ങനെ വരും. ഇനി 4, 8. 4 കഴിഞ്ഞാൽ 8. എത്രയാണ് വ്യത്യാസം? 4 ആണ് വ്യത്യാസം അല്ലേ. അപ്പോൾ 8 കഴിഞ്ഞാൽ എത്രയായിരിക്കും? 4. 4ൻ്റെ ഗുണിതം 4, 8, 12. 12 കഴിഞ്ഞ് കഴിഞ്ഞാൽ 16, പിന്നെ 20, 24, 28 ഇങ്ങനെ വരും. ഇനി 27, 36, 45. അത് കഴിഞ്ഞാൽ 54. അത് കഴിഞ്ഞാൽ 63, പിന്നെ 72 ഇങ്ങനെ വരും. ഇനി 45, 40 കുറയാണല്ലോ. 5 കുറഞ്ഞു പോവുകയാണ്. 45ൻ്റെ കൂടെ കുറക്കുമ്പോൾ 40 കിട്ടും. 40ൻ്റെ കൂടെ വീണ്ടും 5 കുറക്കുമ്പോൾ 35 കിട്ടും. 35ൻ്റെ കൂടെ 5 കുറക്കുമ്പോൾ 30 കിട്ടും. 30ൻ്റെ കൂടെ 5 കുറക്കുമ്പോൾ 25 കിട്ടും. 25ൻ്റെ കൂടെ 5 കുറക്കുമ്പോൾ 20 കിട്ടും. ഇനി ഇവിടെ 15, 30. 15, 15 കൂടി വരികയാണ്. 15, 30, 45. 45 കഴിഞ്ഞാൽ പിന്നെ എത്രയാണ് വരേണ്ടത്? 45 കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ 60. 60 കഴിഞ്ഞാൽ പിന്നെ 75. അത് കഴിഞ്ഞാൽ 90 എന്നിങ്ങനെ വരും. ഇനി 25, 50, 75, പിന്നെ 100 വരും. അത് കഴിഞ്ഞാൽ 125. 25, 25 കൂടി പോവുകയാണ്. അത് കഴിഞ്ഞാൽ 150 വരും. 100, 200, 300, 400 വളരെ ഈസിയാണ്. 500, 600, 700 എന്നിങ്ങനെ വരും. ഇനി നമ്മളുടെ അടുത്ത് ഇതേപോലെയുള്ള പാറ്റേൺ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് സിമ്പിളായിട്ട് കുറച്ച് എഴുതാം. 20,
20ൻ്റെ കൂടെ 20 കൂട്ടുമ്പോൾ 40, 40ൻ്റെ കൂടെ 20 കൂട്ടുമ്പോൾ 60, 60ൻ്റെ കൂടെ 20 കൂട്ടുമ്പോൾ 80. ഇങ്ങനെ നമുക്ക് എഴുതി കൊടുക്കാം. ഇനി അടുത്തൊരു പാറ്റേൺ നോക്കാം. 6, 6ൻ്റെ കൂടെ 6 കൂട്ടുമ്പോൾ 12, 12ൻ്റെ കൂടെ 6 കൂട്ടുമ്പോൾ 18, 18ൻ്റെ കൂടെ 6 കൂട്ടുമ്പോൾ 24 എന്നിങ്ങനെ കൊടുക്കാം. ഇനി അടുത്തത് നോക്കാം. 50, 50ൻ്റെ കൂടെ 5 കൂട്ടുമ്പോൾ 55, അതിൻ്റെ കൂടെ 5 കൂട്ടുമ്പോൾ 60, അതിൻ്റെ കൂടെ 5 കൂട്ടുമ്പോൾ 65 ഇങ്ങനെയും കൊടുക്കാം. ഇനി അടുത്തത് നോക്കൂ. 200, 200ൻ്റെ കൂടെ 200 കൂട്ടുമ്പോൾ 400, 400ൻ്റെ കൂടെ 200 കൂട്ടുമ്പോൾ 600, 600ൻ്റെ കൂടെ 200 കൂട്ടുമ്പോൾ 800. ഇത്തരത്തിലുള്ള പാറ്റേൺ നമുക്ക് എഴുതി കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാറ്റേൺ എഴുതാം കേട്ടോ. ഇനി അടുത്തത് ഗണിതമേളയാണ്. മീനുവിൻ്റെ സ്കൂളിലെ ഗണിതമേളയോടനുബന്ധിച്ച് നടത്തിയ മത്സരത്തിൽ 6 കുട്ടികൾ ജയിച്ചു. അവർക്ക് സമ്മാനമായിട്ട് പുസ്തകം കൊടുത്തു. ഒരു പുസ്തകത്തിന് 100 രൂപയാണ് വില. 6 എണ്ണം വാങ്ങിയപ്പോൾ ഒന്നിന് 5 രൂപ വീതം കുറച്ചു. ആകെ എത്ര രൂപ എടുത്തു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ എന്താണ് കൂട്ടുകാരെ നമ്മൾ ആദ്യം എഴുതേണ്ടത്? ഒരു പുസ്തകത്തിൻ്റെ വില അല്ല, ഒരു പുസ്തകത്തിൻ്റെ വില എന്ന് പറയുന്നത് എത്രയാണ്? ഒരു പുസ്തകത്തിൻ്റെ വില എത്രയായിരുന്നു? 100 രൂപയായിരുന്നു. കുറച്ചത് എത്രയാണ്? കുറച്ചത് 5 രൂപയാണ്. ഇനി അപ്പോൾ ആകെ പുസ്തകത്തിൻ്റെ വില എത്രയായിരിക്കും? ആകെ 100 രൂപയിൽ നിന്നും 5 രൂപ കുറച്ചു, അപ്പോൾ 95 രൂപയായിരിക്കും. ഇനി എത്ര രൂപ കൊടുത്തിട്ടുണ്ടായിരിക്കും? 6 പുസ്തകമാണ് വാങ്ങിച്ചത് അല്ലേ? അഥവാ 6 × 95 ആണ്. 6 × 95 എന്ന് പറഞ്ഞാൽ 570 രൂപയാണ്. ഓക്കെ. ഇനി ഇവിടെ താഴെ നോക്കൂ. ഒരു പുസ്തകത്തിന് കൊടുത്ത വില എന്ന് പറയുന്നുണ്ട്. ഒരു പുസ്തകത്തിന് കൊടുത്ത വില എത്രയാണ്? നമ്മൾ കണ്ടു, ഒരു പുസ്തകത്തിന് കൊടുത്തത് 95 രൂപയാണ് അല്ലേ? ഒരു പുസ്തകത്തിന് കൊടുത്തത് 95 രൂപയാണ്. പുസ്തകങ്ങളുടെ എണ്ണം 6 പുസ്തകമാണ്. ആകെ വില 570 ആണ്. അഥവാ 95 × 6 എന്ന് പറയുന്നത് 95 × 6 എന്ന് പറയുന്നത് 570 ആണ്. ഇനി നോട്ട് പുസ്തകങ്ങളുടെ വില കച്ചവടക്കാരന് ഏതൊക്കെ നോട്ടുകളായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ 50 രൂപയുടെ ഒരു നോട്ട് കൊടുത്തു. അതിനുശേഷം 500 രൂപയുടെ ഒരു നോട്ട് കൊടുത്തു. അപ്പോൾ 500 രൂപയായി അല്ലേ? ഇനി 50 രൂപയുടെ ഒരു നോട്ട് കൊടുത്തു. അപ്പോൾ 50 രൂപയായി. 10 രൂപയുടെ 2 നോട്ട് കൊടുത്തു. അപ്പോൾ എത്രയായി? 20 രൂപയായി. ഇനി ഇതൊക്കെ കൂടി എത്രയാണ്? 500ഉം 50ഉം 550, 20ഉം 570. ഇനി വേറെ ഏതൊക്കെ നോട്ടുകൾ കൊടുത്തിട്ടുണ്ടാവും? മറ്റൊരു രീതി നമ്മളുടെ അടുത്ത് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഏതൊക്കെ കൊടുത്തിട്ടുണ്ടാവും? 200ൻ്റെ 2 നോട്ട് കൊടുത്തു എന്ന് വിചാരിക്കുക. 200ൻ്റെ 2 എണ്ണം എത്രയായി? തുക 400 ആയി. അതിനുശേഷം 100ൻ്റെ ഒരു നോട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ 100 രൂപയായി അല്ലേ? ഇനി 10ൻ്റെ 5 നോട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ എത്രയായി? 50 രൂപയായി. അപ്പോൾ എത്രയായി? 500ഉം 550 ആയി അല്ലേ? ഇനി 5ൻ്റെ 4 നോട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ 20 രൂപയായി. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 570 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ ഇങ്ങനെയും കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് കച്ചവടക്കാരന് കൊടുത്തത് 10 നോട്ടുകളാണ്. ഏതൊക്കെ നോട്ടുകളാവും കൊടുത്തിട്ടുണ്ടാവുക? 10 നോട്ടുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ 10 ആവുമെന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത് നിങ്ങൾ ഒറ്റക്കൊന്ന് ചെയ്തു നോക്കുക. ഇനി അടുത്തത് ക്രിസ്മസ് ട്രീ ആണ്. മീനു ക്രിസ്മസ് ട്രീ ഒരുക്കുന്നതിനായി അലങ്കാര സെറ്റുകൾ 3 പാക്കറ്റ് വാങ്ങി. ഒരു പാക്കറ്റിന് 98 രൂപയാണ് വില. ആകെ എത്ര രൂപയായി? ഒരു പാക്കറ്റിന് എത്രയാണ്? 98 രൂപ. എത്ര പാക്കറ്റ് വാങ്ങിച്ച്? 3 പാക്കറ്റ് വാങ്ങിച്ച്. അഥവാ 98 × 3 എന്ന് പറയുന്നതാണ് അല്ലേ? അപ്പോൾ ആദ്യം നമ്മളിത് നോക്കേണ്ടത് 90 × 3 നോക്കാം. വളരെ ഈസി ആയിട്ട് 90 × 3 270 വരും. ഇനി അടുത്തത് എത്രയാണ്? വീണ്ടും 3 ബാക്കി. എത്ര ബാക്കിയുണ്ട്? ഇനി 8 ബാക്കിയുണ്ട് അല്ലേ? അപ്പോൾ 8 × 3 എന്ന് പറയുന്നത് 24. ഇനി ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കിയാൽ മതി. 270 + 24 എന്ന് പറയുന്നത് 294 രൂപയാണ് ആയിട്ടുണ്ടാവുക. ഓക്കെ. ഇതിന് മറ്റൊരു രീതി എന്ന് പറയുന്നത് ഇതേപോലെ നമുക്ക് 98 × 3 സിമ്പിളായിട്ടും ചെയ്തു നോക്കാവുന്നതാണ്. ഇനി അടുത്തത് വിലയിരുത്തൽ പ്രവർത്തനങ്ങളാണ് നോക്കാനുള്ളത്. ഫുട്ബോൾ മത്സരം നടക്കുന്ന സ്റ്റേഡിയത്തിൻ്റെ ഒരു വരിയിൽ 99 പേർക്ക് ഇരിക്കാം. സ്റ്റേഡിയത്തിന് 10 വരിയാണുള്ളത്. ആകെ എത്ര പേർക്ക് ഇരിക്കാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആകെ എത്ര പേർക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുന്നുണ്ടാവും? 99. ഒരു വരിയിൽ 99 പേർക്ക് ഇരിക്കാം അല്ലേ? 99 പേർക്ക് ഇരിക്കാം. 10 വരികളുണ്ട്. 99 × 10 എന്ന് പറയുന്നത് എത്രയാണ്? 990 ആണ്. ഇനി ഒരു വരിയിൽ 100 സീറ്റ് ഉണ്ടായിരുന്നെങ്കിൽ എത്ര പേർക്ക് ഇരിക്കാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു വരിയിൽ 10 വരികളാണ്. ഒരു വരിയിൽ 100 സീറ്റാണുള്ളത്.
10 വരികളാണ്. അപ്പോൾ എത്രയാണ്? 1000 പേർക്ക് ഇരിക്കാൻ വേണ്ടി സാധിക്കും. ഇനി സ്റ്റേഡിയത്തിലേക്ക് ഒരു ഗേറ്റ് കൂടി പണിയുവാൻ ഓരോ വരിയിൽ നിന്നും 4 വീതം സീറ്റുകൾ ഇളകി മാറ്റിയാൽ സ്റ്റേഡിയത്തിൽ എത്ര സീറ്റുകൾ ഉണ്ടായിരിക്കും? എത്രയാണ്? ഈ 10ൽ നിന്നും 10 × 4 40 അല്ലേ? അപ്പോൾ ഈ 1000ൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? ഈ 40 മൈനസ് ചെയ്യണം. അപ്പോൾ 960 എണ്ണം കുറയും. അപ്പോൾ 960 സീറ്റുകളെ പിന്നെ ഉണ്ടായിരിക്കുള്ളൂ. ഇനി അടുത്തത് 2024 ഒക്ടോബർ മാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ച 7-ാം തീയതിയാണ്. 4ാമത്തെ തിങ്കളാഴ്ച ഏതു തീയതിയാണെന്നാണ് ചോദിക്കുന്നത്. ഏതായിരിക്കും? ഇവിടെ 7 ഗുണിച്ച് പോയാൽ മതി. അപ്പോൾ ആദ്യത്തേത് 7-ാം തീയതിയാണ്, പിന്നെ 14-ാം തീയതി വരും. ഇനി 14-ാം തീയതിയുടെ കൂടെ 7 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 21 ആവും. അതിനുശേഷം അടുത്തതായിട്ട് വരുന്നത് 28 ആണ്. അപ്പോൾ 28 ആണ് 4ാമത്തെ തിങ്കളാഴ്ച എന്ന് പറയുന്നത്. ഇനി എത്ര വാഴ? മീനു തൻ്റെ തോട്ടത്തിൽ ഒരു വരിയിൽ 7 വാഴ നട്ടു. ഇത്തരം 8 വരികളായി എത്ര വാഴ നടാം? ഒരു വരിയിൽ 9 വാഴ വീതം നട്ടാൽ ആകെ എത്ര വാഴ നടാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ മീനു ആദ്യം 7 വാഴകൾ വെച്ചിട്ട് നടുകയാണ് അല്ലേ? അപ്പോൾ 7 × 8 എത്രയാണ്? 56 വാഴകൾ വെച്ച് നടാം. ഇനി 8 എണ്ണം വെച്ച് ഒരു വരിയിൽ 8 വരിയാകുമ്പോൾ ഒരു വരിയിൽ 9 വാഴ വെച്ച് നടുകയാണെങ്കിൽ എത്രയായിരിക്കും? 8 വരിയാണുള്ളത്. 8 × 9 എന്ന് പറയുന്നത് 72 എണ്ണമായിട്ട് നടാവുന്നതാണ്. ഇനി അടുത്തത് മീനുവിൻ്റെ സ്കൂളിൽ ഈ മാസത്തെ ഗണിത ക്വിസിൽ 8 പേരാണ് ജയിച്ചത്. അവർക്ക് പഠനോപകരണം സമ്മാനമായി നൽകാൻ തീരുമാനിച്ചു. കിറ്റിലെ 6 ഇനങ്ങൾക്ക് മിക്കി സ്റ്റോഴ്സിലെയും ഡോറ സ്റ്റോഴ്സിലെയും വില താഴെ കൊടുക്കുന്നു. സമ്മാനങ്ങൾ ഏതു കടയിൽ നിന്നും വാങ്ങുന്നതാണ് മെച്ചം എന്നാണ് ആദ്യം ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മിക്കി സ്റ്റോറിലുള്ളതിൻ്റെ ആകെ നമ്മൾ കണക്കാക്കണം എത്രയാണെന്ന്. ഇവിടെ 5 ഉണ്ട്. ഈ 5ഉം 8, 3, 7, 30, 10 ഇതെല്ലാം കൂടി കൂട്ടി നോക്കുക. അപ്പോൾ എല്ലാം കൂടി കൂട്ടി നോക്കുമ്പോൾ നമുക്ക് ഉത്തരം എന്ന് പറയുന്നത് എത്രയാണ്? 5 + 8 + 3 + 7 + 30 + 10 ഉത്തരം എന്ന് പറയുന്നത് 63 ആണ്. അപ്പോൾ മിക്കി സ്റ്റോഴ്സിൽ 63 രൂപ ചിലവാകും. ഇനി അടുത്തത് ഏതാണ്? ഡോറ സ്റ്റോഴ്സ് ആണ്. ഇവിടെയും 4 ഉണ്ട് അല്ലേ? ഇവിടെ ഉള്ളത് നമുക്കൊന്ന് കൂട്ടി നോക്കാം. 4 + 10 + 3 + 9 + 27 + 8 എല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്രയാണ് നമുക്ക് ഉത്തരം കിട്ടുന്നത്? 61 ആണ്. അപ്പോൾ എവിടെ നിന്ന് വാങ്ങുന്നതാണ് ഇത് മെച്ചം? ഡോറ സ്റ്റോഴ്സിൽ നിന്നാണ്. ഡോറ സ്റ്റോഴ്സിൽ നിന്ന് വാങ്ങുന്നതാണ് മെച്ചം. ഇനി 8 പേർക്കുള്ള സമ്മാനം ഡോറ സ്റ്റോഴ്സിൽ നിന്നും വാങ്ങിയാൽ എത്ര രൂപ കൊടുക്കേണ്ടി വരും എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 8 പേർക്ക് അല്ലേ? 8 പേർക്ക് ഇത് മൊത്തം വാങ്ങിക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ ഡോറ സ്റ്റോഴ്സിൽ നിന്നാണ് വാങ്ങുന്നത്. അപ്പോൾ 61 ആണ്. അപ്പോൾ 61 8 പേർക്ക് വാങ്ങുമ്പോൾ എത്രയായിരിക്കും? ഉത്തരം എന്ന് പറയുന്നത് 488 രൂപ ചിലവാകും. ഓക്കെ, 488 രൂപ ചിലവാകും. ഇനി അടുത്തത് നോക്കൂ. അടുത്തത് മിക്കി സ്റ്റോഴ്സിൽ നിന്നാണെങ്കിലോ എന്നാണ് ചോദിക്കുന്നത്. മിക്കി സ്റ്റോഴ്സിൽ ആകെ എത്രയാണ്? 63 രൂപയാണ്. 63 രൂപ വെച്ച് 8 പേർക്ക് ചെയ്യുമ്പോൾ ആകെ എത്രയാവും? 504 രൂപ ചിലവാകും. വില വിവരം നോക്കി 2 കടകളിൽ നിന്നുമായാണ് സാധനങ്ങൾ തിരഞ്ഞെടുത്തത്. വാങ്ങിയ സാധനങ്ങളുടെ പട്ടിക പൂർത്തിയാക്കാൻ വേണ്ടി താഴെ പറയുന്നുണ്ട്. ഇവിടെ നോക്കൂ, ഏതൊക്കെ സാധനങ്ങളാവും വാങ്ങിയിട്ടുണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ കൂട്ടുകാർ കുറച്ച് സാധനങ്ങളുടെ പേര് എഴുതുക. നമുക്കിവിടെ എഴുതി നോക്കാം. 1 പെൻസിൽ വാങ്ങിച്ചു എന്ന് വിചാരിക്കുക. ഓക്കെ, പെൻസിൽ എത്ര രൂപയായി? പെൻസിൽ വാങ്ങിക്കാൻ 4 രൂപയായി. ഇനി ഒരു പെന്ന് വാങ്ങിച്ചു. പെന്ന് വാങ്ങിക്കാൻ 8 രൂപയായി. റബ്ബർ വാങ്ങിച്ചു. റബ്ബറിന് 3 രൂപയായി. സ്കെയിൽ വാങ്ങിച്ചു. സ്കെയിലിന് 7 രൂപയായി. അതുപോലെ തന്നെ സ്കെച്ച് പെന്ന് വാങ്ങിച്ചു. സ്കെച്ച് പെന്ന് 27 രൂപയായി. അവസാനം ക്രയോണും വാങ്ങിച്ചു. ക്രയോൺ എത്രയാണ്? 8 രൂപയായി. ആകെ 51 രൂപ ചിലവാകും. ഓക്കെ, ഇനി 8 കിറ്റിനായി എത്ര രൂപ ചിലവായി എന്ന് ചോദിക്കുന്നത്. 57 ആണ്. അപ്പോൾ എത്ര രൂപ ചിലവാകും? ഇങ്ങനെ വാങ്ങിക്കുകയാണെങ്കിൽ 57 × 8 എന്ന് പറയുന്നത് 456 രൂപ ചിലവാകും. ഓക്കെ,
ഇനി അടുത്തത് കളം പൂർത്തിയാക്കാം. ഒഴിഞ്ഞ കളങ്ങൾ പൂർത്തിയാക്കണം. വരിയായും നിരയായും ഗുണിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ 2 × 3 എന്ന് പറയുന്നത് എത്രയാണ്? 2 × 3 എന്ന് പറയുന്നത് 6 ആണ്. ഇനി 2 × 1 എന്ന് പറയുന്നത് എത്രയാണ്? 2 × 1 എന്ന് പറയുന്നത് 2 തന്നെയാണ്. ഇനി ഇവിടെ 18 ഉത്തരം കിട്ടണമെങ്കിൽ 2ൻ്റെ കൂടെ ഏത് ഗുണിക്കണം? 9 ഗുണിക്കണം. 2 × 9 18 ആയി. ഇനി 6ൻ്റെ കൂടെ എത്ര ഗുണിച്ചാലാണ് ഇവിടെ കിട്ടുക? 6ൻ്റെ കൂടെ 3 ഗുണിക്കണം. 6ൻ്റെ കൂടെ 3 ഗുണിക്കുമ്പോൾ 18 എന്ന് ഉത്തരം കിട്ടും. ഓക്കെ, ഇനി 1 × 3 കറക്റ്റാണ്. ഇനി അടുത്തത് നോക്കൂ, അടുത്തത് 24 മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ 24 ഉത്തരം കിട്ടണമെങ്കിൽ നമുക്ക് ആദ്യം 6 × 4 ചെയ്ത് നോക്കാം. അപ്പോൾ 24 എന്ന് ഉത്തരം കിട്ടി. ഇനി 6 എന്ന് ഉത്തരം കിട്ടണമെങ്കിൽ ഏത് ചെയ്യണം? നമുക്ക് 2 × 3 ചെയ്ത് നോക്കാം. 2 × 3 6 എന്ന് ഉത്തരം കിട്ടി. ഇനി അടുത്തത് നമ്മൾ നോക്കേണ്ടത് ഇവിടെ ഏതാണ്? ഇനി ഇവിടുത്തെ 2 സംഖ്യകളും വേണം അല്ലേ? 3 × 4 എന്ന് പറയുന്നത് 12 എന്ന് ഉത്തരം കിട്ടും. ഇനി ഇവിടെ 12 ഉത്തരം കിട്ടണമെങ്കിൽ 12ൻ്റെ കൂടെ ഏതാണ് ഇവിടെ ഗുണിക്കേണ്ടത്? 2 ആണ്. 2 × 12 24. ഇനി 2 എന്ന് ഉത്തരം കിട്ടണമെങ്കിൽ ഇവിടെ ഏത് കൊടുക്കണം? 1 കൊടുക്കണം. 2 × 1 എത്രയാണ്? 2 തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടി. ഇനി അടുത്തത് സമ്മാനം നേടാം. മീനുവിൻ്റെ സമ്മാനത്തിനടുത്ത് എത്തിക്കാനാണ് പറയുന്നത്. 6ൻ്റെ ഗുണിതത്തിലൂടെ പോയാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് 6ൻ്റെ ഗുണിതത്തിലൂടെ ഒന്ന് സഞ്ചരിച്ച് നോക്കാം. ആദ്യം 6 ആണല്ലേ? അപ്പോൾ 6 ആണ്. മീനു 6ൻ്റെ അടുത്ത് എത്തി. 6 എത്തിക്കഴിഞ്ഞാൽ പിന്നെ 12ൻ്റെ അടുത്ത് പോകണം. പിന്നെ 18ൻ്റെ അടുത്ത് പോകണം. അതിനുശേഷം 24ലേക്ക് പോകണം. 24 കഴിഞ്ഞാൽ പിന്നെ ഏതാണ്? 30ലേക്ക് പോകണം. 30 കഴിഞ്ഞാൽ 36, അത് കഴിഞ്ഞാൽ 42, അത് കഴിഞ്ഞാൽ 48, പിന്നെ ഇങ്ങനെ സമ്മാനത്തിലേക്ക് എത്തും. അപ്പോൾ ഇങ്ങനെയാണ് ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് 10ാമത്തെ പാഠഭാഗമാണ് പങ്കുവെക്കാം എന്ന പാഠഭാഗം. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.